ये अब तो फिर आप झूठ क्यों बोल रहे हो? आप कह रहे हो रुक जाओ, आप कह रहे हो कि आप देखो ये डेयरी है इनकी विश्वास के नाम से, दिखाना इधर इधर विश्वास दिखाओ. സുഹൃത്തുക്കളെ, സംഖ്യകൾ ഒരു പുതിയ രീതിയിലേക്ക് കടന്നിട്ടുണ്ട്. പാല് വിൽക്കുന്നത് ഹിന്ദുക്കളാണോ മുസ്ലിങ്ങളാണോ എന്ന് തെരഞ്ഞു നോക്കുകയാണ്. യു പിയിൽ ഈ സംഭവം നടക്കുന്നത് യു പി മുറാദാബാദിലാണ്. അവിടെ കഴുത്തിലും ആ ഒരു തുണി അണിഞ്ഞുകൊണ്ട് ഒരുവൻ ഒരു പാൽ വിൽക്കുന്ന കടയിലേക്ക് കയറി. എന്നിട്ട് പാലിന്റെ വില ചോദിച്ചു. ആ പാലിന്റെ വില ചോദിച്ച് പൈസ അയക്കാൻ വേണ്ടിയിട്ട് QR കോഡ് എവിടെ എന്ന് തപ്പുകയാണ്. QR കോഡ് എടുക്കുന്നു, അത് സെർച്ച് ചെയ്യുന്നു. ആ QR കോഡ് പണം സെൻഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അതിൽ പേര് കാണാനില്ല. പേര് കാണാതായപ്പോൾ അവൻ ചോദിക്കുന്നു, ഇത് പേരെവിടെ, ഇത് നിങ്ങളെ പേരെവിടെ? അത് അറിയുന്നില്ലല്ലോ. എന്തിനാണ് നമുക്ക് ഒരു കടയിൽ പോയിട്ട് പൈസ സെൻഡ് ചെയ്യുമ്പോൾ അവൻ്റെയൊക്കെ പേരും നാളും വിലാസവും ജാതിയും മതമൊക്കെ അറിയണം എന്തിനാ? പക്ഷെ ഇവനറിയണം, ഞാൻ ഈ പൈസ അയക്കുന്നത് ഒരു മുസ്ലിമിനാണോ അതോ വേറെ ഏതെങ്കിലും മതസ്ഥർക്കാണോ അതോ ഹിന്ദുക്കൾക്കാണോ ജൈനന്മാർക്കാണോ എന്നത് അവനറിയണം. അതുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷനായി അവൻ. बारकोड है मुसलमान नाम से, ये बारकोड देखिए आप, मुसलमान नाम से है, ये वाला भी दिखाओ. ये अकरम के नाम से आप पहचान छुपा कर काम क्यों कर रहे हो? मैं तो अपने नाम बता रहा हूँ ना. तो मालिक है तो विश्वास नाम से किसने खोल रखी है? अकरम ने. तो अकरम कहाँ है? എങ്ങനെയുണ്ട്? ഇതൊരു മുസ്ലിമിന്റെ പേരിലാണ്. ഈ പശു എന്ന് പറയുന്നത് ഇവർക്ക് അമ്മയാണ്. ഇപ്പൊ ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട്. 14 വയസ്സ് വരെയാണ് അത്ര അവർക്ക് അമ്മ. 14 വയസ്സ് കഴിഞ്ഞാൽ ഈ ഗോമാതാവ് അല്ലാതായി പോവുകയും പിന്നെ അറക്കാൻ കൊടുക്കുകയും ചെയ്യാന്നാണ് ഇപ്പൊ അവിടുത്തെ സംഘടനകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴത്തൊന്നും തപ്പി പിടിച്ചാൽ കിട്ടും. 2-3 വീഡിയോക്ക് താഴെ ആ ഒരു വീഡിയോ ഉണ്ട്. കഴിയുമെങ്കിൽ കാണാൻ ശ്രമിക്കുക. എന്തായാലും 14 വയസ്സ് കഴിഞ്ഞാൽ എന്താണ് മാതാ എന്ന് പറയുന്ന പട്ടം പോകുന്ന രീതിയിലേക്ക് അവിടുത്തെ പശുക്കളൊക്കെ മാറിയിട്ടുണ്ട്. കാരണം അവിടുത്തെ മുസ്ലിം സമുദായം ഈ ഹിന്ദുക്കളുടെ പശുക്കൾ വാങ്ങിക്കുന്ന പരിപാടി നിർത്തി. നിങ്ങളെ പശുക്കൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. തല്ല് കിട്ടി ചാവും വയ്യ എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ പരിപാടി. ഈ പുണ്യമായ പശുവിന്റെ പാല് വിൽക്കുന്നത് അത് മുസ്ലിമാണോ ഹിന്ദു ആണോന്നാണ്. നോക്ക്, അവിടെ അങ്ങനത്തെ പ്രശ്നമേ ഇല്ലാത്ത നാട്ടായിരുന്നു. വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്ന നാടായിരുന്നു. അവിടേക്കാണ് ഇത്തരം ആളുകളൊക്കെ ഇറങ്ങിയിട്ട് ഒരു നാടിനെ കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുന്നത്. അവനിപ്പോ ആ പൈസ പോകുന്നത് മുസ്ലിമിന്റെ അക്കൗണ്ടിലേക്കാണോ എന്ന് അറിയണം. അതിനു വേണ്ടിയുള്ള തത്രപ്പാടുകളാണ് അവിടെ. അവന്റെ പേരറിയണം. നിങ്ങളത് നിങ്ങളുടെ ഒരു ഷോപ്പിൽ മറ്റും നടക്കുന്ന അവസ്ഥയായിട്ടെന്ന് ആലോചിച്ച് നോക്കി. കുറച്ച് ആളുകൾ പെട്ടെന്ന് കടയിലേക്ക് കയറുന്നു, വടിയും കുന്തൊക്കെ ആയിട്ട്. എന്നിട്ട് പൈസ അയക്കാൻ നേരത്ത് ചോദിക്കുന്നു, ഇതിലെ പേരെവിടെ, എൻ്റെ പേരെന്താ എന്ന് ചോദിക്കുന്നു. അപ്പം നമ്മൾ എന്താ പേരിൻ്റെ ഒക്കെ ആവശ്യം? നീ പൈസ അയക്കാനൊക്കെ പൈസ അയച്ച് പോയിക്കോ, പക്ഷെ അവന് പേര് കിട്ടണം. ആ പേരിതാണെങ്കിൽ നീ മുസ്ലിമാണോ? മുസ്ലിമായി നീ എന്തിനാണ് പാല് വിൽക്കുന്നത്? നിനക്ക് അതിൻ്റെ എന്ത് അധികാരം? ഇത് നമ്മുടെ മാതാവിൻ്റെ പാലല്ലേ? എന്നിങ്ങനെയുള്ള വർത്തമാനങ്ങളുമായിട്ട് ചിലവന്മാരൊക്കെ നിങ്ങളെ കടയിൽ വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഇതവിടെ നിൽക്കുന്നില്ല. വേറൊരു ദുരന്ത കാഴ്ച കൂടി ഞാൻ കാണിച്ചു തരാം. नामটা বল ভাই। এই নাম বল। আরে যাও না। এই নাম বল। এখানে এসে করছিস, ব্যবসা করছিস। নাম বল। കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പച്ചക്കറിക്കാരൻ. അദ്ദേഹം ആ ഉന്തുവണ്ടിയിൽ പച്ചക്കറി വെച്ചിട്ട് അത് ഉന്തിക്കൊണ്ടിട്ട് ഓരോ വീട്ടിലും പോയിട്ട് അത് വിറ്റ് ജീവിക്കുന്ന ഒരു പാവം ചങ്ങാതി. അദ്ദേഹത്തിന് ജീവിതമാണ്. ആ പച്ചക്കറി കടയിലും ഈ നാറുകൾക്ക് അവൻ്റെ പേരറിയണം. മിക്കവാറും ആ മിണ്ടുന്നില്ല. ഒരു മുസ്ലിം ആയിരിക്കും. മുസ്ലിം ആണെങ്കിൽ ഈ ഭാഗത്തേക്ക് കയറണ്ടെന്ന് മറ്റതായിരിക്കും. പിന്നീട് അവരോടുള്ള ആക്രോശം, എന്തൊരു ആക്രോശം നോക്കി നോക്കി. নাম বলতে বলছি, নামটা বল। নাম বল। സത്യം പറഞ്ഞാൽ ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോണ്ടല്ലോ എന്താണെന്നറിയില്ല, എവിടുന്നെങ്കിലൊക്കെ ഇരച്ചണ്ട് കയറും. ഞാനൊക്കെ ആലോചിക്കുന്ന ആ ചെക്കനൊരു അണ്ണാട് മേടി കൊടുക്കണ്ട അവനെ നാമ്പോല് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തോന്നിപ്പോവും. പക്ഷേ അവൻ നടക്കില്ല. അവിടുത്തെ അവസ്ഥ അങ്ങനെയാണ്. അത് ഭീകരമാണെന്നുള്ളതാണ്.
ഇനിയുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾ കാണണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഭീകര കാഴ്ചകൾ മുഴുവൻ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ രീതിയിലൊക്കെയാണ് അവരിടപെടല്. അവസാനം ഇപ്പോൾ പാലിൻ്റെ കാര്യത്തിൽ കൂടി ഇവന്മാർ ജാതി മതം കൂട്ടിക്കലർത്താൻ തുടങ്ങിയിരിക്കുന്നു. പശുവിൻ്റെ പാലിലടക്കം. ബൈ.